നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരിയിൽ നഗരസഭാ കൗൺസിലറായ CPM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ BJP കൊമ്മൽവയൽ വാർഡ് നിയുക്ത കൗൺസിലർ ഉൾപ്പെടെ മുഴുവൻ പ്രതികളും കുറ്റക്കാർ. പ്രതികൾക്ക് 42 വർഷം തടവും 1,04,000 രൂപ പിഴയും. ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പടക്കമാണ് പിണറായി വെണ്ടുട്ടായിൽ പൊട്ടി അപകടമുണ്ടായതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ബോംബ് സ്ഫോടനമെന്ന് വ്യാഖ്യാനിച്ച് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം മാധ്യമപ്രവർത്തകർ കളയരുതെന്നും EP. ടിക്കറ്റ് വരുമാനത്തിൽ ജില്ലയിൽ KSRTCക്ക് റെക്കോർഡ് വരുമാനം. ഇക്കഴിഞ്ഞ 15-ന് ജില്ലയിലെ വരുമാനം 42,08,323 രൂപ. കണ്ണൂർ ആലക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന TMTC സ്പോർട്സ് ഫൗണ്ടേഷൻ പുതിയ വോളിബോൾ ടീമിന് രൂപം നൽകി. സെലക്ഷൻ നടന്നത് പന്നൂർ പഞ്ചായത്തിലെ ചെമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. തലശ്ശേരി നഗരസഭ മുൻ കൗൺസിലറും CPM പ്രവർത്തകനുമായ കോടിയേരി കൊമ്മൽവയലിലെ P. രാജേഷിന്റെ വീട് ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ BJP കൊമ്മൽവയൽ വാർഡ് നിയുക്ത കൗൺസിലർ ഉൾപ്പെടെ മുഴുവൻ പ്രതികളും കുറ്റക്കാർ. പ്രതികൾക്ക് 42 വർഷം തടവും 1,04,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തലശ്ശേരി അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടേതാണ് വിധി. നഗരസഭാ മുൻ കൗൺസിലറും CPM പ്രവർത്തകനുമായ കോടിയേരി കൊമ്മൽവയലിലെ P. രാജേഷിനെ വീടാക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ BJP കൊമ്മൽവയൽ വാർഡിലെ നിയുക്ത കൗൺസിലർ ഉൾപ്പെടെ 7 പേർക്കാണ് വിവിധ വകുപ്പുകളിലായി 36 വർഷവും 6 മാസവും തടവ് വിധിച്ചത്. 1,04,000 രൂപ പിഴയും വിധിച്ചു. എന്നാൽ ശിക്ഷ 10 വർഷം കഠിന തടവായി ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. കൊമ്മൽവയൽ വാർഡ് BJP കൗൺസിലർ മൈലാട്ടിൽ വീട്ടിൽ പ്രശാന്ത് എന്ന ഉപ്പേട്ട പ്രശാന്ത്, കൊമ്മൽവയലിലെ മഠത്തിൽ താഴെ രാധാകൃഷ്ണൻ, വയലളം ചെട്ടീൻ്റെവടപ്പറമ്പിൽ രാജശ്രീ ഭവനത്തിൽ രാധാകൃഷ്ണൻ, കൊമ്മൽവയൽ മൈലാട്ടിൽ ഹൗസിൽ PV സുരേഷ്, മൈലാട്ടിൽ ഹൗസിൽ NC പ്രശോഭ്, മൂഴിക്കര കഴുങ്ങോറട്ടിയിൽ K. സുധീഷ് എന്ന മുത്തു, കൊമ്മൽവയൽ കടുമ്പേരി ഹൗസിൽ പ്രജീഷ് എന്ന പ്രജൂട്ടി, മാടപ്പീടിക കാട്ടിൽപ്പറമ്പത്ത് മനോജ്, മുളിയിൽ നട ഗോവിന്ദപുരത്തിൽ OC രൂപേഷ്, പാഴ്സിക്കുന്നിലെ പാറയിൽ മീത്തൽ മനോജ് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പടക്കമാണ് പിണറായി വെണ്ടുട്ടായിൽ പൊട്ടി അപകടമുണ്ടായതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ബോംബ് സ്ഫോടനം എന്ന് വ്യാഖ്യാനിച്ച് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം കളയരുതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സാമാന്യഗതിയിൽ സംഘർഷമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. വളരെ അപൂർവമായ ചില പ്രദേശങ്ങളിലാണ് ചില ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരും ചെറിയ സംഘർഷങ്ങളും. അതൊരു വ്യാപകമായിട്ടുള്ളതാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. താരതമ്യേന അത്തരത്തിലുള്ള സംഭവങ്ങൾ കുറഞ്ഞ തെരഞ്ഞെടുപ്പാണിത്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇന്നത്തെ നിലയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രേരണ ഒരു കാരണവശാലും ആരും നൽകരുത്. സംഘർഷം കുറവുള്ള തെരഞ്ഞെടുപ്പാണിത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഘർഷങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാകില്ല എന്നും EP ജയരാജൻ പറഞ്ഞു. പിണറായി വെണ്ടുട്ടായിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ പടക്കമാണ് പൊട്ടിയത്. ചരടുകൊണ്ട് കെട്ടിയ പടക്കമാണ് അപകടം ഉണ്ടാക്കിയതെന്നും ബോംബ് സ്ഫോടനം എന്ന് വ്യാഖ്യാനിച്ച് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം കളയരുതെന്നും EP പറഞ്ഞു. സാധാരണഗതിയിലുള്ള ഒരു ചരടുകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന പടക്കം ആ കെട്ട് അല്പം മുറുകിപ്പോയാൽ സ്ഫോടനം ഉണ്ടാകും. അതിൻ്റെ വളരെ പ്രാക്ടിക്കലായി അനുഭവസ്ഥരല്ലെങ്കിൽ അപകടം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു അപകടമാണ്. ആ അപകടത്തെ ബോംബ് സ്ഫോടനമായും ആക്രമണോത്സുകമായിട്ടുള്ള തയ്യാറെടുപ്പാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് ദയവ് ചെയ്ത് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ ആരും തകർക്കരുത്. ഈ കണ്ണൂരിൻ്റെ സമാധാനവും കണ്ണൂരിൻ്റെ ഇന്നത്തെ അന്തരീക്ഷവും നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തിയെടുക്കാൻ കഴിയണം. അതാണ് CPM ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ സഞ്ചരിച്ചത് തിരിച്ചടിയായ എന്ന വാദം ബാലിശമാണ്. ആരെങ്കിലും വന്നതുകൊണ്ട് പോയതുകൊണ്ടോ വോട്ടുകൾ നഷ്ടപ്പെടില്ല. വെള്ളാപ്പള്ളി കാരണം വോട്ട് കുറഞ്ഞെന്ന പ്രചരണം ദുരുദ്ദേശപരമാണെന്നും EP പറഞ്ഞു. അയ്യപ്പ പാരടിഗാന വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു പാട്ടിൽ കലങ്ങിപ്പോകുന്നതല്ല തങ്ങളുടെ രാഷ്ട്രീയം എന്ന് EP പറഞ്ഞു.
പാരഡി ഗാനം ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. ആ പാട്ട് താൻ കേട്ടിട്ടുമില്ല. പോലീസിൽ പരാതി പോയിട്ടുണ്ട്. ഇനി പോലീസ് തീരുമാനിക്കട്ടെ. തങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒപ്പമാണെന്നും EP പറഞ്ഞു. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനിയൊരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ, DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. പാട്ടിൻ്റെ അകത്ത് കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളെ രാഷ്ട്രീയം. ആവിഷ്കാര സ്വാതന്ത്ര്യം അതിനനുകൂലമാണ്. ഞങ്ങൾ എല്ലാ കാലങ്ങളിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും മതേതരത്വത്തിന് വേണ്ടിയും പോരാടിയിട്ടുള്ളവരാണ്. ഒരാളിങ്ങനെ വന്നാൽ അങ്ങ് ഒലിച്ചു പോവുക വോട്ട്? ഒരാൾ വന്നതുകൊണ്ട് ഇങ്ങനെ ഒഴുകി വരുമോ? എത്രമാത്രം ബാലിശമായിട്ടുള്ള വാദഗതികളാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഇത് രാഷ്ട്രീയമാണ്. ഒരാൾ SNDP യോഗത്തിൻ്റെ നേതാവാണ്, അയാൾ മുഖ്യമന്ത്രിയോടൊപ്പം വന്നു. അതുകൊണ്ട് വോട്ടിങ്ങനെ വരുമെന്നോ വോട്ട് പോകുമെന്നോ ഒന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. അത് എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇതെല്ലാം ദുരുദ്ദേശപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും തെറ്റായിട്ടുള്ള നിലപാടുകളും. അതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട ഗതികേടൊന്നും CPM-നില്ല. തലശ്ശേരി കടൽപ്പാലം എലിവേറ്റഡ് വാക്ക്വേ പ്രൊജക്ടിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജനുവരി ആദ്യവാരം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. എലിവേറ്റഡ് വാക്ക്വേ അടക്കം കിഫ്ബി സഹായത്തോടെ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേന നടപ്പാക്കുന്ന ഹെറിറ്റേജ് ടൂറിസം പ്രൊജക്ടുകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത്. കന്യാകുമാരിയിൽ രാജ്യത്തെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഡിസൈൻ ചെയ്ത ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡാണ് ഈ പ്രൊജക്ടിന്റെ ഡിസൈൻ തയ്യാറാക്കിയത്. EPC മോഡലിലുള്ള പ്രൊജക്ടിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശം നൽകി. കിഫ്ബി പ്രൊജക്ട് മാനേജർ RK ദീപു, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ ശോഭ, സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി T മനോഹരൻ നായർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ S ബിജു, SK അർജുൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ടിക്കറ്റ് വരുമാനത്തിൽ ജില്ലയിൽ KSRTCക്ക് റെക്കോർഡ് വരുമാനം. ഇക്കഴിഞ്ഞ 15-ന് ജില്ലയിലെ വരുമാനം 42,08,323 രൂപയാണ്. കണ്ണൂർ ഡിപ്പോയിൽ 19,51,304, തലശ്ശേരി ഡിപ്പോയിൽ 11,72,526, പയ്യന്നൂർ ഡിപ്പോയിൽ 10,86,493 രൂപ എന്നിങ്ങനെയാണ് ലഭിച്ചത്. ടിക്കറ്റ് വരുമാനത്തിൽ KSRTCക്ക് റെക്കോർഡ് വരുമാനം. ഇക്കഴിഞ്ഞ 15-ന് ജില്ലയിലെ വരുമാനം 42,08,323 രൂപയായിരുന്നു. കണ്ണൂർ ഡിപ്പോയിൽ 19,51,304, തലശ്ശേരി ഡിപ്പോയിൽ 11,72,526, പയ്യന്നൂർ ഡിപ്പോയിൽ 10,86,493 രൂപ എന്നിങ്ങനെയാണ് ലഭിച്ചത്. കണ്ണൂർ ഡിപ്പോയിൽ 99 ബസ്സുകൾ സർവീസ് നടത്തിയപ്പോൾ 46,056 യാത്രക്കാരും, തലശ്ശേരി ഡിപ്പോയിൽ 57 ബസ്സുകൾ സർവീസ് നടത്തിയപ്പോൾ 25,009 യാത്രക്കാരും, പയ്യന്നൂർ ഡിപ്പോയിൽ 66 ബസ്സുകൾ സർവീസ് നടത്തിയപ്പോൾ 37,583 യാത്രക്കാരും KSRTCയെ ആശ്രയിച്ചു. ജീവനക്കാരുടെ ആത്മാർത്ഥ സഹകരണം കൊണ്ടാണ് ഈ നേട്ടം സാധ്യമായതെന്ന് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ V മനോജ് കുമാർ പറഞ്ഞു. കണ്ണൂർ ആലക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന TMTC സ്പോർട്സ് ഫൗണ്ടേഷൻ പുതിയ വോളിബോൾ ടീമിന് രൂപം നൽകി. പനന്നൂർ പഞ്ചായത്തിലെ ചെമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ടീം സെലക്ഷൻ നടന്നത്. വിവിധ ഘട്ടങ്ങളിലായി നേരത്തെ സെലക്ഷൻ നടത്തി ഫൈനൽ ലിസ്റ്റിൽ വന്ന 70 താരങ്ങൾ പങ്കെടുത്തു. ഇതിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച 10 പേരടങ്ങിയ ടീം റിപ്പബ്ലിക്കൻ ടൈഗേഴ്സിന് രൂപം നൽകി. ആലക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന TMTC സ്പോർട്സ് ഫൗണ്ടേഷൻ പുതിയ വോളിബോൾ ടീമിന് രൂപം നൽകി. പന്നന്നൂർ പഞ്ചായത്തിലെ ചമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ടീം സെലക്ഷൻ നടന്നത്. വിവിധ ഘട്ടങ്ങളിലായി നേരത്തെ സെലക്ഷൻ നടത്തി ഫൈനൽ ലിസ്റ്റിൽ വന്ന 70 താരങ്ങൾ പങ്കെടുത്തു. ഇതിൽ നിന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച 10 പേരടങ്ങിയ ടീം റിപ്പബ്ലിക്കൻ ടൈഗേഴ്സിന് രൂപം നൽകി. TMTC സ്പോർട്സ് ഫൗണ്ടേഷൻ CEO റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നുസ്രത് ജഹാൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കാലത്തിലേക്കാണ് എന്നെ ഈ വോളിബോൾ കൊണ്ടുപോകുന്നത്. കാരണം എനിക്കറിയാവുന്ന ഏക കളി വോളിബോൾ. ആരും ചെയ്യും അപ്പോൾ എന്താ വോളിബോൾ ഇത്ര ഇഷ്ടമെന്ന് ചോദിക്കും. അതെന്താ വെച്ചാൽ ഞാൻ വളർന്നത് മാവൂര് ഗോളിയറൈൻസ് അറിയിക്കും പലർക്കും. ഗോളിയറൈൻസിൻ്റെ അടുത്താണ് ഞാൻ വളർന്നത്, മാവൂർക്കറിയാം. ഞങ്ങൾക്ക് എല്ലാ മാസവും ഗോളിയറൈൻസിൽ വോളിബോൾ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മാച്ച് പോലും ഒഴിവാക്കാതെ എൻ്റെ കുട്ടിക്കാലം തൊട്ട് 5 വയസ്സ് മുതൽ വോളിബോൾ മാച്ച് കണ്ട് എന്തായിരുന്നു പഠിച്ച ഒരാളാണ്.
അപ്പോൾ അതിൻ്റെ ഒരു ആവേശം മനസ്സിലുണ്ട്. ജിമ്മി ജോർജിൻ്റെ കളി വരെ കണ്ട ആളാണ് ഞാൻ. അത് ജിമ്മി ജോർജ് അന്നൊന്നും അത്ര ഫേമസ് അല്ലെങ്കിൽ ജിമ്മി ജോർജിനെ കളിക്കാർക്ക് അന്ന് അറിയാം. മാവൂരിലായിരുന്നു ഏറ്റവും നല്ല കളി ജിമ്മി ജോർജിൻ്റെ നടന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഓർമ്മകളൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഒരു പാൻ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വളർന്ന് അത് വന്ന് പോയി ഏവിയേഷൻ ഫീൽഡിലെത്തി ലോകം മുഴുവനും സഞ്ചരിക്കുമ്പോൾ ഫുട്ബോൾ ഫോർ പീസിൻ്റെ ഇന്ത്യൻ കോർഡിനേറ്ററാണ് ഞാൻ. കിങ് വില്യംസിൻ്റെ ഓർഗനൈസേഷനാണ് ഫുട്ബോൾ ഫോർ പീസ്. അത് നമ്മളൊരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കളിയിലൂടെ നമ്മൾക്ക് പീസ് ഡയലോഗ് ക്രിയേറ്റ് ചെയ്യാം. ലേഡീസ് ടീമാണെങ്കിലും ബോയ്സ് ടീമാണ്. അപ്പോൾ ആ ഫുട്ബോൾ ഫോർ ടീം പീസ് വരുന്നപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, എന്നാണ് ഒരു വോളിബോൾ ഇനി കാണാൻ പറ്റുക. പിന്നെ അതിന് ശേഷം ഞാൻ വോളിബോൾ ഒരു കളി പോലും കാണാൻ അവസരം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളെ യാത്രകൾ വേറെ വഴിയാണ്. അപ്പോൾ TMTCയിൽ വന്ന് ഇതിലെ ഒരു ഭാഗമാവാൻ പറ്റിയെന്നുള്ളത് ജീവിതത്തിലൊരു വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരുപാട് നല്ല ഓർമ്മകൾ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടിക്കാലം മാത്രമേ നമ്മുടെ സ്കൂൾ ഡേയ്സാണ്. നമുക്ക് എപ്പോൾ തിരിച്ചു പോകണം, നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ആരാവണം, എവിടേക്ക് തിരിച്ചു പോകണം എന്ന് ചോദിച്ചാൽ പറയാം നമ്മളെന്താ, നമ്മുടെ സ്കൂൾ ഡേയ്സിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ അവസരം കിട്ടണം. വേറെ ഒരു കാലങ്ങളും നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ ഭാഗമാവാൻ വന്നതും. ഇതിനെ ഇത്ര കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മളൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഒരു പേര് നല്ല റിപ്പബ്ലിക്കൻ ടൈഗേഴ്സ് എന്നുള്ള പേര്, ദേശീയ സെൻട്രലിൽ ഒരു മിനിസ്റ്റർ അതിൻ്റെ ഭാഗമായിട്ട് വരിക, ദേശീയ നേതാക്കൾ അതിൻ്റെ പേട്രൻസ് ആയിട്ട് വരിക, ഇതൊക്കെ പെട്ടെന്ന് നടന്നു. കാരണം നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഉടനെ എല്ലാം എത്തി നമ്മളെ സ്വപ്നങ്ങൾ, കാരണം ഒരു സ്വപ്നം ഇങ്ങനെ നമ്മൾ വെച്ചൊരു സ്വപ്നത്തിനെ നമ്മൾ വീണ്ടും അതിനെ ഭംഗിയാക്കി കൊണ്ടുവരിക. അപ്പം ജേഴ്സി പ്രകാശനവും ചടങ്ങിൽ നടന്നു. വോളിബോൾ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സണ്ണി വി സക്കറിയക്ക് ജേഴ്സി നൽകി പ്രകാശനം ചെയ്തു. സണ്ണി വി സക്കറിയ അധ്യക്ഷനായി. മാനേജിംഗ് ഡയറക്ടർ AG സരീഷ്, ഡയറക്ടർ KP സീന, സ്പോർട്സ് ഡയറക്ടർ ജൂബി ജോസ്, ഷൈനി സെബാസ്റ്റ്യൻ, പ്രൊജക്ട് ഡയറക്ടർ EP ഫിലിപ്പ്, ജൂബി ജോസഫ് VT വോളിബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി VP കൃഷ്ണൻ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് C അഖിൽ, ഇന്റർനാഷണൽ റഫറി TV അരുണാചലം, മുൻ ദേശീയ താരം C അശോകൻ, മനോജ് പട്ടാനൂർ, പന്നിന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ, മുൻ പ്രസിഡന്റ് T ഹരിദാസ്, ഷാജി K ചമ്പാട്, VM അർജുൻ, മുൻ ഇന്ത്യൻ കോച്ച് രഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ
സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. മറ്റു വാർത്തകളിലേക്ക്. ആലക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന TMTC സ്പോർട്സ് ഫൗണ്ടേഷൻ പുതിയ വോളിബോൾ ടീമിന് രൂപം നൽകി. യുവജനങ്ങളെ കായിക മേഖലയിലേക്ക് കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് ടീമിന് രൂപം നൽകിയതെന്ന് ഭാരവാഹികൾ ചെമ്പാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യുവജനങ്ങളെ കായിക മേഖലയിലേക്ക് കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ ആലക്കോട് കേന്ദ്രീകരിച്ച് 2021 രൂപീകരിച്ച TMTC സ്പോർട്സ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ കണ്ണൂർ നമ്മുടെ ഒരു വോളിബോളിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഗ്രാമത്തിൽ നമ്മളിപ്പോൾ ഒരു മലയോര പ്രദേശത്ത് എത്തുക എന്ന് പറയുന്നത് ഇത് ഓൾ ഇന്ത്യ ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടാണ് നമ്മളിതിനെ ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ കളിക്കുന്ന ഒരു ടീമിനെ ബിൽഡപ്പ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇന്നത്തെ സെലക്ഷൻ. 10 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ കേന്ദ്രമന്ത്രി ശ്രീ രാംദാസ് അത്തേവാല, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് മിനിസ്റ്റർ, അദ്ദേഹം ഞങ്ങളെ റിപ്പബ്ലിക്കൻ പാർട്ടീൻ്റെ ദേശീയ പ്രസിഡൻറ്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു കളി പറയുമ്പോൾ കളിയിലൂടെ നമ്മൾക്ക് എന്തൊക്കെ സമൂഹത്തിന് മീൻസ് യുവതലമുറയാണ് ഇന്ന് നമുക്ക് ജോലിയില്ല, അല്ലെങ്കിൽ ഡ്രഗിൻ്റെ അഡിക്റ്റായി പോകുന്നു, അവർ വഴിവിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു 10 years കഴിഞ്ഞാൽ നമുക്കൊരു ആളോട്, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കാൻ പോലും നമ്മളെ പോലെ പ്രായത്തിലെത്തുന്ന ഒരാൾ ഉണ്ടാവുമെന്ന് പോലും നമുക്ക് ഭയങ്കര സംശയം തോന്നുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഏത് നല്ല വീട്ടിൽ നിന്നാലും എത്ര ചിട്ടകളോടെ വളർത്തുന്നു ഡ്രഗ്. പക്ഷേ ഈ കളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കളി പറയുമ്പോൾ അതിൽ നമുക്കൊരു ഡയലോഗ്. ഇതിന്റെ ഭാഗമായി വിവിധ കായിക ഇനങ്ങളിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിശീലന ക്യാമ്പുകളിൽ പങ്കെടുത്ത കായിക താരങ്ങൾ സംസ്ഥാന ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കണ്ണൂർ ജില്ലാ അമേച്ചർ മീറ്റിൽ ഇവിടെ നിന്നും പരിശീലനം നേടിയ കായിക താരങ്ങൾ 17 മെഡലുകളാണ് നേടിയത്. വോളിബോളിൽ 4 വർഷത്തിനുള്ളിൽ 1000-ൽ പരം കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. 250-ൽ പരം കുട്ടികൾക്ക് സൗജന്യമായി സ്പോർട്സ് കിറ്റുകളും നൽകി. ഉത്തരമേഖല വോളിബോൾ ചാമ്പ്യൻഷിപ്പും ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കായിക താരങ്ങൾക്ക് സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാശമുക്ത് ഭാരത് പ്രൊജക്ടിന്റെ ഭാഗമായി ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ലക്ഷ്യത്തോടെ വിവിധ സ്പോർട്സ് പരിശീലനങ്ങൾ, ടൂർണമെന്റുകൾ, സമ്മർ കോച്ചിംഗ് ക്യാമ്പ് എന്നിവയും നടത്തിയിരുന്നു. കൂടാതെ ഭിന്നശേഷി കുട്ടികളെ മാനസിക ശാരീരിക ഉന്മേഷവാന്മാരാക്കുന്നതിനായി കായിക പരിശീലനവും നൽകി വരുന്നുണ്ട്. ജനുവരി 21 കണ്ണൂർ കരുവഞ്ചാലിൽ ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി രാംദാസ് അത്തേവാല ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ TMTC സ്പോർട്സ് ഫൗണ്ടേഷൻ CEO, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നുസ്രത് ജഹാൻ, വോളിബോൾ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സണ്ണി വി സക്കറിയ, മാനേജിംഗ് ഡയറക്ടർ AG സരീഷ്, ഡയറക്ടർ KP സീന, സ്പോർട്സ് ഡയറക്ടർ ജൂബി ജോസ്, ഷൈനി സെബാസ്റ്റ്യൻ, പ്രൊജക്ട് ഡയറക്ടർ EP ഫിലിപ്പ്, ജൂബി ജോസഫ്, VT അങ്കൽ, വോളിബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PP കൃഷ്ണൻ, മുൻ ദേശീയ താരം C അശോകൻ, മനോജ് പട്ടാനൂർ, മുൻ ഇന്ത്യൻ കോച്ച് രഞ്ജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ സ്ഥാപിക്കാനുള്ള കുചേല ശില്പം പൂർത്തിയായി. പ്രശസ്ത ശില്പി ഉണ്ണി കാനായിയാണ് ശില്പം നിർമ്മിക്കുന്നത്. 6 അടി ഉയരമുള്ള കുചേല ശില്പമാണ് ശില്പി ഉണ്ണി കാനായി നിർമ്മിക്കുന്നത്. കരിങ്കൽ മാതൃകയിൽ നിർമ്മിച്ച ശില്പം ഫൈബർ മാറ്റും റെസിനും ഉപയോഗിച്ച് കാലങ്ങളോളം നിലനിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്.
മഞ്ജുളത്തറയിലെ ഗരുഡ ശില്പവും ശില്പി ഉണ്ണീക്കാനായി തന്നെയാണ് നിർമ്മിച്ചത്. കുചേല ശില്പത്തിന്റെ പ്രത്യേകത ക്ഷേത്രനടയിൽ ആലിൻ ചുവട്ടിൽ കയ്യിൽ ഓലക്കുടയും വടിയും എടുത്ത് തോളിൽ വെച്ച് വലത് കൈ ഇടനെഞ്ചിൽ വെച്ച് തോളിൽ തുണിസഞ്ചിയും അരയിൽ അവൽപ്പൊതിയുമായി ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് ഭക്തിയോടെ നോക്കുന്ന രീതിയിലാണ് ശില്പം രൂപകൽപ്പന ചെയ്തത്. രണ്ട് മാസം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയതെന്ന് ഉണ്ണീക്കാനായി പറഞ്ഞു. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ മഞ്ജുലാൽ തറയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ കുചേല ശില്പം ഒരുക്കിയിരിക്കുന്നത്. 6 അടി വരെയുള്ള ഈ കുചേല ശില്പം 2 മാസം സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. മഞ്ജുലാൽ തറയിൽ പഴയ സിമന്റിൽ തീർത്ത ഗരുഡ ശില്പം കാലപ്പഴക്കത്താൽ നശിച്ചപ്പോൾ അത് പുതുക്കി വെങ്കലത്തിൽ നിർമ്മിച്ചത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ ആ ആൽത്തറയിലുണ്ടായിരുന്ന കുചേല ശില്പം പഴയ ജീർണിച്ച അവസ്ഥയിലുണ്ടായ കുചേല ശില്പം അവിടെ നിന്ന് നീക്കം ചെയ്ത് അതേ സ്ഥലത്തേക്കാണ് ഈ പുതിയ കുചേല ശില്പം ഒരുക്കുന്നത്. ഭക്തരുടെ നിരന്തര ആവശ്യപ്രകാരം ആണ് ഈ ഒരു ശില്പത്തിന്റെ എന്താ പറയുക ഈ നിർമ്മാണം ഈ രീതിയിൽ എത്താൻ സഹായിച്ചത്. ദേവസ്വം ബോർഡും അതുപോലെ വേണുകുന്നംപള്ളി പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ വേണുകുന്നംപള്ളിയുടെ സഹായത്തോടെയാണ് ഈ ശില്പം പൂർത്തിയാക്കുന്നത്. അതുപോലെ ഉണ്ണി പാവർട്ടി എന്ന ഒരു സുഹൃത്തും ഇതിന്റെ സഹായത്തിന് കൂടെയുണ്ട്. സഹായികളായി സുരേഷ് സമ്മാനപ്പാറ, ബിനേഷ് കോയിക്കിൽ, ഷൈജിത്ത്, ബാലൻ പാച്ചേനി, രതീഷ് വിറകൻ, അർജുൻ കാനായി എന്നിവരുമുണ്ടായിരുന്നു. KNM കണ്ണൂർ ബാച്ചിന്റെ പ്രഥമ ഉംറ സംഗമം സംഘാടക മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും വേറിട്ട അനുഭവമായി. കടവത്തൂർ അത്തിലൻ പള്ളി സലഫി സെന്ററിൽ നടന്ന സംഗമത്തിൽ 100ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. കടവത്തൂർ അത്തിലൻ പള്ളി സലഫി സെന്ററിൽ നടന്ന സംഗമത്തിൽ 100ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. KNM ഹജ്ജ് ഉംറ കോർഡിനേറ്റർ ഇസാഖലി കല്ലിക്കണ്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു. സെന്റർ പ്രസിഡന്റ് KM മുഹമ്മദ് അധ്യക്ഷനായി. മസ്ജിദുൽ ഹുദ ഖത്തീബ് NK അഹമ്മദ് മദനി ഉദ്ബോധന പ്രസംഗം നടത്തി. അമീർ നൌഷാദ് കരുവണ്ണൂർ, ബാച്ച് കോർഡിനേറ്റർ CH ഇസ്മായിൽ ഫാറൂഖി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. നൈസാം കണ്ണൂർ, മുഹമ്മദ് മുണ്ടേരി, ഫസൽ മാസ്റ്റർ, അബ്ദുറസാഖ് വാരം, മുംതാസിറ AK, ഹംദ KK, ഷഹനാസ് ടീച്ചർ, K യൂനുസ് എന്നിവർ അനുഭവങ്ങൾ പങ്കിട്ടു. കളത്തിൽ അബ്ദുള്ള സ്വാഗതവും T അഷ്റഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പരിചയമാണ് ഈ യാത്ര ഇത്രയും മനോഹരവും ഹൃദ്യവുമാക്കി തീർത്തിട്ടുള്ളത് എന്ന് മനസ്സിലാവുകയാണ്. 10 പ്രാവശ്യം ഞാൻ ഉംറക്ക് അമീറായിട്ടും അല്ലാതെയും പോയിട്ടുണ്ട്. 9 പ്രാവശ്യം അമീറായിട്ട് പോയതാണ്. 8-9 പ്രാവശ്യം അമീറായിരുന്നു. ഇതുവരെ കാണാത്ത സ്ഥലങ്ങൾ പോലും ഈ യാത്രയിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത്, അതുപോലെ തന്നെ അപ്ഡേറ്റായ കാര്യങ്ങൾ, മുഴുവൻ കാര്യങ്ങളും ലൈവായിട്ട് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ യാത്ര ഉണ്ടായിരുന്നു. 1971 ഇന്തോ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരയോദ്ധാക്കളെ അനുസ്മരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ അമർ ജവാൻ യുദ്ധസ്മാരകത്തിൽ ദീപം തെളിയിച്ചു. 1971 ഇന്തോ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരയോദ്ധാക്കൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ അമർ ജവാൻ യുദ്ധസ്മാരകത്തിൽ ദീപം തെളിയിച്ചു. മേജർ ജനറൽ T പത്മിനി, റിട്ടയേർഡ് കേണൽ പുഷ്പരാജ്, വത്സലൻ മാസ്റ്റർ, വത്സരാജ് മടയമ്പത്ത്, KK വിജയൻ, KS ജയപ്രകാശ്, CM വിനോദൻ തുടങ്ങി താലൂക്കിലെ വിവിധ യൂണിറ്റ് ഭാരവാഹികളും പ്രതിനിധികളും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. भारत माता की जय, भारत माता की जय. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം 29ാം സംസ്ഥാന സമ്മേളനം ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടക്കും. ജനുവരി 22-ന് കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക. ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 22-ന് കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. പൂയം തിരുനാൾ ലക്ഷ്മിഭായ് തമ്പുരാട്ടി ഭദ്രദീപം തെളിയിക്കും. സംസ്ഥാന മന്ത്രിമാരും സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കും. സംഘടന നടത്തിയ വിവിധ സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായ P. ശ്രീഷ്മ, സ്മിത അജയൻ, റോയ് V. അബ്രഹാം എന്നിവർക്ക് പുരസ്കാരം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷം തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വളരെ അരികിലുള്ള കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. അത് അടുത്ത വർഷം, വരുന്ന വർഷം, അതായത് 2026 ജനുവരി 22-ന് വ്യാഴാഴ്ചയാണ് നടക്കുക. അതുപോലെ തന്നെ ഈ പ്രാവശ്യവും സംസ്ഥാന മന്ത്രിമാർ, സാംസ്കാരിക നായകന്മാർ, സാഹിത്യകാരന്മാർ ഇവരൊക്കെ ഞങ്ങൾ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഒട്ടേറെ പേര് ഇപ്പം തന്നെ എഗ്രി ചെയ്ത് കഴിഞ്ഞു. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ പതിവ് പോലെ ഈ വർഷം ഒരു സാഹിത്യ രചനാ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിജയികളെ കണ്ടെത്തി. കേരള വ്യാപകമായി നടത്തിയിട്ടുള്ള കഥ, കവിത, ലേഖന മത്സരമായിരുന്നു. അതിൽ വിജയികളുടെ പേര് ഞാൻ വായിക്കുകയാണ്. കഥ ശ്രീഷ്മ P. അവർ നമ്മുടെ തൊട്ടടുത്ത് വടകരയിലുള്ള ഒരു കഥാകാരിയാണ്. മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ജേർണലിസ്റ്റ് കൂടിയായിരുന്നു ഇതിന് മുന്നേ. കവിത കണ്ണൂരിൽ തന്നെയുള്ള കുറ്റിയാട്ടൂരിലുള്ള സ്മിത അജയൻ ആണ് 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. ഈ വർഷത്തെ MCV ഭട്ടതിരിപ്പാട് അവാർഡ് പരിയാരം മെഡിക്കൽ കോളേജ് സീനിയർ സോഷ്യോളജിസ്റ്റ് മിനിമോൾ K. ജോസഫിന് നൽകും. തുടർന്ന് സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. വയോജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങളും അവതരിപ്പിക്കും. പ്രകടനവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി P. കുമാരൻ, K. ശാന്തമ്മ, KT രതീശൻ, മേജർ ജനറൽ T. പത്മിനി എന്നിവർ പങ്കെടുത്തു. AKWA തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് മേഖലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന സെക്രട്ടറി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. AKWA തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് മേഖലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി അഭിലാഷ് നിർവഹിച്ചു. നിങ്ങൾക്കെല്ലാവരും അറിയാവുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖല അസംഘടിത മേഖലയാണ്.
പക്ഷേ നമ്മുടെ സംഘടന രൂപം കൊണ്ടതിന് ശേഷം നമ്മളെല്ലാവരും സംഘടിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇന്നിവിടെ നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. നെടുമങ്ങാട് മേഖലാ സെക്രട്ടറി ഫാറൂഖ് സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷനായി. അരുൺകുമാർ വിശിഷ്ടാതിഥിയായി. 2026 നെടുമങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ കലണ്ടർ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സന്തോഷിന് നെടുമങ്ങാട് മേഖലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി രാജേഷ് കൈമാറി പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് വെൽഡിംഗ് മേഖലയിലെ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി സനൽകുമാർ സംഘടനയെക്കുറിച്ച് ലഘു വിവരണം നൽകി. ജില്ലാ ട്രഷറർ പ്രകാശ് അംഗത്വ വിതരണം നടത്തി. നെടുമങ്ങാട് മേഖലാ കമ്മിറ്റി രൂപീകരിക്കാൻ മുന്നിൽ നിന്നും പ്രവർത്തിച്ച അബ്ദുൾ ഫൈസിയെ ചടങ്ങിൽ ആദരിച്ചു. നെടുമങ്ങാട് മേഖലാ കമ്മിറ്റി ട്രഷറർ നാഗരാജ് നന്ദി പറഞ്ഞു. വടക്കേ പൊയിലൂർ കുരുടൻകാവ് ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. വൈകിട്ട് നടന്ന സഹസ്ര ദീപം സമർപ്പണത്തിന്റെ ആദ്യ തിരി സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ നുസ്രത്ത് ജഹാൻ കൊളുത്തി. കുരുടൻകാവ് ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം, മുളപൂജ, ഉഷപൂജ, ധ്വജപൂജ, നവകം ആടി ഉച്ചപൂജ എന്നിവ നടന്നു. കഥാപ്രസംഗവും അന്നദാനവും ഉണ്ടായി. വൈകിട്ട് സഹസ്രദീപ സമർപ്പണവും നടന്നു. നൃത്ത സംഗീത വിരുന്നും അരങ്ങേറി. നിരവധി ഭക്തർ പങ്കെടുത്തു. രക്ഷമഹാബഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഹരിഹര തനയാ ദേവാ ശ്രീമണികണ്ഠ വരമേഘൂ ശബരിനാഥ. പ്രധാന വാർത്തകൾ വീണ്ടും. തലശ്ശേരിയിൽ നഗരസഭാ കൗൺസിലറായ CPM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ BJP കൊമ്മൽവയൽ വാർഡ് നിയുക്ത കൗൺസിലർ ഉൾപ്പെടെ മുഴുവൻ പ്രതികളും കുറ്റക്കാർ. പ്രതികൾക്ക് 42 വർഷം തടവും 1,04,000 രൂപ പിഴയും. ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പടക്കമാണ് പിണറായി വെണ്ടുട്ടായിൽ പൊട്ടി അപകടമുണ്ടായതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം VP ജയരാജൻ. ബോംബ് സ്ഫോടനമെന്ന് വ്യാഖ്യാനിച്ച് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം മാധ്യമപ്രവർത്തകർ കളയരുതെന്നും EP. ടിക്കറ്റ് വരുമാനത്തിൽ ജില്ലയിൽ KSRTCക്ക് റെക്കോർഡ് വരുമാനം. ഇക്കഴിഞ്ഞ 15-ന് ജില്ലയിലെ വരുമാനം 42,08,323 രൂപ. കണ്ണൂർ ആലക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന TMTC സ്പോർട്സ് ഫൗണ്ടേഷൻ പുതിയ വോളിബോൾ ടീമിന് രൂപം നൽകി. സെലക്ഷൻ നടന്നത് പന്നൂർ പഞ്ചായത്തിലെ ചെമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.